25 വർഷങ്ങൾ പിന്നിട്ടിട്ടും മലയാളി മനസ്സുകൾ എന്നും താളമിടുന്ന കവിതയാണ് കണ്ണട. മുരുകൻ കാട്ടാക്കടയുടെ രചനയിൽ വിരിഞ്ഞ ഈ കവിതയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മഹാനഗരം. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മലയാളി മനസ്സുകളിൽ ഇന്നും താളമിടുന്ന കവിതയാണ് കണ്ണട. പ്രശസ്ത പ്രഭാഷകനും കവിയുമായ മുരുകൻ കാട്ടാക്കടയുടെ രചനയിൽ വിരിഞ്ഞ ഈ കവിതയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ മുംബൈ നഗരവും ഒരുങ്ങുകയാണ്. കണ്ണട 25 വർഷം പൂർത്തിയാകുകയാണ്. മുംബൈ മലയാളികളും അത് ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. സന്തോഷം തോന്നുന്നു. കാരണം ജീവിച്ചിരുന്ന കാലത്തെ അടയാളപ്പെടുത്താൻ നടത്തിയൊരു പരിശ്രമത്തിന്റെ ഭാഗമാണ് കണ്ണട. വർത്തമാനകാലം എങ്ങനെയായിരുന്നു എന്ന് നാളെ അടുത്ത തലമുറയ്ക്ക് നോക്കാൻ, ഇപ്പോഴും മാറ്റം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാനൊക്കെയുള്ള ഞാൻ ജീവിച്ച കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ്. മലയാള കവിതയുടെ ജനകീയമായ മുഖമായി മാറിയ കണ്ണട 1999 ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ജീവിതത്തിന്റെ നേർത്ത വേദനകളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും തൊട്ടുണർത്തിയ ഈ കവിത ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. കാലത്തിന്റെ ഒഴുക്കിൽ കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മാറിയിട്ടുണ്ട്. 25 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കവിതയിലെ പല വരികളും ഇന്നത്തെ സാഹചര്യത്തിൽ അപ്രസക്തമായി തോന്നുന്നുവെന്നാണ് കവി പറയുന്നത്. ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എഴുതുന്നത്, പക്ഷെ ഇന്ന് ആ കവിതയിലെ പല വരികളും അപ്രസക്തമായി. അതായത് ഇപ്പൊ സർക്കാർ തന്നെ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്ന ഒരു നിയമം എന്ന് പറയുന്നത്, ഒരാളിനെയും പലിശ കൊടുക്കാൻ അല്ലെങ്കിൽ വായ്പ കുടിശ്ശിക വന്ന പേരിൽ ഒരാളിനെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന നിയമം വന്നു. അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പലിശ പെട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം എന്ന വരിക്ക് പ്രസക്തം. അതുപോലെ തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ തെണ്ടി 1000 ആളെ കാണാം എന്ന് 25 വർഷത്തിന് മുമ്പ് അതായിരുന്നു അവസ്ഥ. ഇന്നിപ്പോ പെൻഷൻ തെണ്ടി 1000 ആളെ നമുക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല. 2000 അതിന് മുകളിലോ ക്ഷേമ പെൻഷൻ നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മുടെ അമ്മമാർക്ക് സഹോദരിമാർക്ക് ലഭിക്കുന്ന, സഹോദരങ്ങൾക്കെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കാലം തന്നെ കവിതയെ തിരുത്തുന്നുവെന്നും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കവിതയ്ക്ക് കഴിയുന്നത് എഴുത്തുകാരൻ നൽകുന്ന ചരിതാർത്ഥ്യം വലുതാണെന്നും മുരുകൻ കാട്ടാക്കട പറഞ്ഞു. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വരുത്തിയ മാറ്റങ്ങളാണ് ഇതിന് കാരണമായി കവി ചൂണ്ടിക്കാട്ടിക്കുന്നത്. നല്ല ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ കവിതയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടാവും. മുംബൈയിൽ മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്നാണ് ഓഗസ്റ്റിൽ വിപുലമായ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തെ രേഖപ്പെടുത്തുകയും ഒരു എഴുത്തുകാരൻ്റെ ഒരു കടമയാണ് എന്ന് വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. മുംബൈയിലും ഇപ്പോൾ ഈ കണ്ണടയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിന് തയ്യാറെടുപ്പുകൾ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ മനോജ് മാളവികയെ പോലുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ മലയാളം മിഷൻ്റെ കൂടെ പിന്തുണയോടുകൂടി ഭാഷാ സംബന്ധമായ വലിയൊരു ഒരു കാവ്യ സംഗമവും ഒരു സാംസ്കാരിക കൂട്ടായ്മയും മുംബൈയിലും സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷം. മുംബൈയിലെ ഈ ആഘോഷം ഒരു കവിതയുടെ വിജയമല്ല, ജനങ്ങളുടെ സ്നേഹത്തിന്റെ ആഘോഷമാണെന്നും കവി കൂട്ടിച്ചേർക്കുന്നു. നവി മുംബൈ കൾച്ചറൽ സെന്റർ ഭാരവാഹികൾ മലയാളം മിഷൻ ഡയറക്ടർ കൂടിയായ മുരുകൻ കാട്ടാക്കടയെ ആദരിച്ചു. മുംബൈ പോലുള്ള നഗരങ്ങളിൽ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ യുഗത്തിൽ മലയാള പഠനം കൂടുതൽ ആകർഷകമാക്കാൻ സ്വീകരിച്ച പുതിയ സമീപനങ്ങളും ചടങ്ങിൽ ചർച്ചയായി. മലയാള സാഹിത്യത്തിന്റെ പാതയിൽ മായാത്ത അടയാളമായി കണ്ണട തുടരുമ്പോൾ മഹാനഗരത്തിൽ കവിതയുടെ യാത്രയെ വീണ്ടും ഒരിക്കൽ കൂടി ആഘോഷമാക്കുന്നു. അതിർത്തികൾ കടന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന കവിതയുടെ ശബ്ദത്തിനായി ഇനി കാത്തിരിക്കാം. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഒരു കവിതയിൽ ആരോപിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. എനിക്കിത് പറയാനുണ്ടായിരുന്നല്ലോ, എനിക്ക് പറയാനുള്ള കാര്യമാണല്ലോ ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. അതാണ്. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. നാട്ടിൽ തന്നെ വെച്ച് എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ തന്നെ, എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് ഈ ഒരു ആദരവ് കിട്ടുക